തമ്പി സാറേ. ഹലോ. തമ്പി സാറേ, സുഖമായിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു ആരോഗ്യമൊക്കെ? കുഴപ്പമില്ല. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? രാവിലെ കഴിച്ചായിരുന്നു. എങ്ങനെയാ രാവിലെ? അല്ലല്ല, കൊണ്ടുവരിക. ഇരിക്കേ. ഉച്ചയ്ക്കപ്പം? ഉച്ചയ്ക്ക് അവർ കൊണ്ടുവരും. രാവിലെ 9 മണിയാകുമ്പോൾ കൊണ്ടുവരും. ഉച്ചയ്ക്ക് 12:30. രാത്രി സാറ് തനിച്ചേ ഉള്ളോ? അല്ലല്ല, രാത്രിയിൽ ഒരാൾ കിടക്കാൻ വരും. വൈകിട്ട് വന്നിട്ട് രാവിലെ പോകും. അവർ കിടക്കാൻ വരുന്നവന് 13,000 രൂപയാണ്. മക്കളൊക്കെ? മക്കളെല്ലാ വർഷവും വരും. ജൂലൈ അവരുടെ അവധി. എന്നും വിളിക്കുമായിരിക്കും അല്ലേ? എന്നും രാവിലെ വൈകിട്ടും വിളിക്കും. രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ? ഇല്ലയോ? സിജു നേരത്തെ പോയോ? രാവിലെ ഇത് പഞ്ഞപ്പുല്ല് ദോശയായിരുന്നു. വാവ എന്നാ വരുന്നത്? ഓക്കെ, പിന്നെ വിളിക്കാം. ഓക്കെ. 30 വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. ഹെഡ് മാസ്റ്ററായി, പിന്നെ ഇൻസ്പെക്ടറായി. 70 കഴിഞ്ഞാൽ സൺഡേ സ്കൂളിൽ നിന്ന് വിട്ടു വയ്ക്കണം. മക്കളെല്ലാവരും വിളിക്കാറുണ്ട്? ഉണ്ട്. പിന്നെ ഇവിടെ CCTV ക്യാമറയിലെല്ലാം കാണാമായിരിക്കും. കാണാം. മാരാമൺ ചെറിയറമ്പ് കുളത്തൂർ മലയിൽ AM തമ്പി AMM TTI മുൻ പ്രിൻസിപ്പലാണ്. മക്കൾ ഇരുവരും കുടുംബസമേതം കുവൈറ്റിൽ. ഭാര്യ മരിച്ചതോടെ വീട്ടിൽ ഒറ്റയ്ക്കായി. രാത്രി കൂട്ടിന് ആളെത്തും. CCTV ക്യാമറകൾ വഴി മക്കൾ എല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട്. ഇതാണ് മിക്കയിടങ്ങളിലെയും അവസ്ഥ. വീടുകളിലുള്ളത് പ്രായമേറിയവരാണ്. മറ്റുള്ളവർ തൊഴിലിനായോ പഠനത്തിനായോ രാജ്യം വിട്ടു. മക്കൾ മൂത്ത മോൻ ദുബൈയില്, രണ്ടാമത്തെ മോന് UK. രണ്ടുപേരും ഫാമിലിയായിട്ട്. 2 പേർക്കും ഈ 2 മക്കളും. കഴിഞ്ഞിടെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്തൊക്കെ വരികയൊക്കെ ചെയ്തു. ഇപ്പോഴും വരണമെന്ന് ചോദിച്ചു. ഇപ്പം വരണ്ട, ലീവ് ഒപ്പിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. വർഷത്തിലൊരിക്കൽ വിദേശത്തു നിന്നും മക്കളും മരുമക്കളും ചെറുമക്കളും എത്തും. ഞങ്ങൾ 2 പേരും, പിന്നെ 1-2 ദിവസം വീട്ടു ജോലിക്ക് ഒരാൾ വരും. വൈകിട്ടിപ്പം ഒരാൾ വൈകിട്ട് വന്ന് കിടക്കും. പ്രായമായ അച്ഛനമ്മമാരെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളവരുമുണ്ട്. ഇതിടക്കം പത്തനംതിട്ട ജില്ലയിൽ ആളില്ലാത്തതിനെ തുടർന്ന് അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ ആകെ എണ്ണം 61,000-ആണ്. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ശരാശരി 900 വീടുകളിലും ആളുകളില്ല. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്താൽ അടൂർ നഗരസഭയാണ് ഒന്നാമത്. 3,266 വീടുകൾ താഴ്വീണ അവസ്ഥയിലാണ്. പത്തനംതിട്ടയിൽ 2,452-ഉം പന്തളത്ത് 1,521-ഉം തിരുവല്ലയിൽ 1,050 വീടുകളും അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ നാടിനോടുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ജനിച്ച് ഇവിടെ വളർന്നു, ഇവിടെ പഠിച്ചു. പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയാണ് പോയത്. ഇപ്പോൾ ആൾക്കാരങ്ങനെയല്ല. പഠിത്തത്തിൻ്റെ ഒരു നല്ല പങ്കും അവർ വെളിയിലാണ്. കാരണം ഇവിടെ അതിനുള്ള ഒരു വ്യവസ്ഥിതി അവരാഗ്രഹിക്കുന്ന രീതിയിലില്ല. മുതിർന്നവരിലധികവും UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിലാണ്. യുവത്വം കാനഡ, UK, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നിവിടങ്ങളിലേക്കാണ് ചേക്കേറിയിട്ടുള്ളത്. ജോലി നേടിയവരിൽ നല്ലൊരു ശതമാനം നേഴ്സുമാരാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.